നമ്മൾ ഇത്രയും നേരവും നോക്കിയത് ന്യൂട്ടൻ്റെ സയൻസാണ്. അതായത് ന്യൂട്ടോണിയൻ റൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പലപ്പോഴും ഇന്നുള്ള ആളുകളുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അതായത് ലോജിക്കും റീസണിലും ഒക്കെ കണക്റ്റഡായി കിടക്കുന്ന റൂളുകളാണ്. അതിൽ ഒരു ചുരുക്കി പറഞ്ഞാൽ ഈ ഒന്നാം ചലന നിയമം, രണ്ടാം ചലന നിയമം, മൂന്നാം ചലന നിയമം ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. കാരണം ഇതൊക്കെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ലോജിക്കിനെയും റീസണിങ്ങിനെയും കേന്ദ്ര ബിന്ദുവായിട്ട് അവതരിപ്പിച്ച ഒരു സയൻസിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ന്യൂട്ടൻ്റെ സയൻസിന് വിളിക്കുന്ന പേരാണ് ക്ലാസിക്കൽ ഫിസിക്സ്. അതായത് ക്ലാസിക്കൽ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ നോവലുകളുണ്ട്, ക്ലാസിക് പുസ്തകങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സുകൾക്ക് അതിലെ കാര്യങ്ങൾ, ആ പുസ്തകത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് ക്ലാസിക്കൽ ഐഡിയോളജിയുടെ പ്രത്യേകത. അപ്പം ന്യൂട്ടൻ്റെ ഫിസിക്സ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഫിസിക്സ് ആയിരുന്നു. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ഐൻസ്റ്റീൻ്റെ ഫിസിക്സാണ്. ഇവിടെ കാര്യങ്ങൾ മുഴുവൻ തിരിഞ്ഞു പോകും. അതായത് ന്യൂട്ടൺ ലോക കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിൽ ഐൻസ്റ്റീൻ ലോകത്തിൽ മനസ്സിന് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതാണ് ഇവർ തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്. അതായത് ന്യൂട്ടോണിയൻ റൂളിൻ്റെ ബലത്തിൽ വെച്ച് പ്രകൃതി ശക്തികളെ നിരീക്ഷിക്കുകയും പ്രകൃതിയിലെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഐൻസ്റ്റീന് പലയിടത്തും പ്രോബ്ലംസ് തോന്നി. കാരണം ഐൻസ്റ്റീൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങൾക്കും ഊഹങ്ങൾക്കും ഇമാജിനേഷനും പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പാകത്തിലായിരുന്നില്ല ന്യൂട്ടൻ്റെ സയൻസ്. അതുകൊണ്ട് ഐൻസ്റ്റീനെ മാറ്റി ചിന്തിക്കേണ്ടി വന്നു. അങ്ങനെ മാറ്റി ചിന്തിച്ചെടുത്താണ് പുതിയ ഒരു തുടക്കമുണ്ടാകുന്നത്. ആ തുടക്കത്തിൻ്റെ പേരാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി. അതായത് തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ ഒരാളുടെ ചലനം അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ചലനം, അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ച് ഉള്ളിലുള്ള രണ്ട് പേര്, അതായത് ഇരിക്കുന്ന ഒരാൾ, നടക്കുന്ന ഒരാൾ, ഇവർ രണ്ടുപേരും ചലിക്കുകയാണോ എന്ന് ചോദിച്ചാൽ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ച് രണ്ടുപേരും ചലിക്കുക ചെയ്യുന്നത്. പക്ഷേ ട്രെയിനിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളെ സംബന്ധിച്ച് അയാളുടെ മുമ്പിൽ ചലിക്കുന്നതായിട്ട് അയാൾ കാണുന്നത് അയാളുടെ മുമ്പിൽ കൂടി നടക്കുന്ന മനുഷ്യൻ മാത്രമാണ്. അപ്പം വേറെ ഒരു കാര്യവുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി വർക്കാവുള്ളൂ. ഇതാണ് ഐൻസ്റ്റീൻ്റെ സയൻസിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഈ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒരു കാര്യവുമായിട്ട് റിലേറ്റ് ചെയ്താണ് എല്ലാത്തിൻ്റെയും ചലനം മനസ്സിലാക്കേണ്ടത്. ഇത് കൂടുതലും അപ്ലിക്കബിൾ ആകുന്നത് ഗ്രഹങ്ങളിലും പ്ലാനറ്റുകളിലും സൂര്യനിലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, വൈഡ് നോളജിലേക്ക് അല്ല വൈഡായ കാര്യങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് പലപ്പോഴും പ്രായോഗികമായിട്ട് തോന്നുന്നത്. അപ്പം തിയറി ഓഫ് റിലേറ്റിവിറ്റി, അപ്പം ഓർക്കുക, ഒരു 200 വർഷം, ന്യൂട്ടന് ശേഷം 200 വർഷം പഴക്കമുണ്ടായിരുന്ന സയൻസിനെ 200 വർഷങ്ങൾക്ക് ശേഷമാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഉത്തരമാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി. 1905 ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആദ്യത്തെ ജനറൽ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു പോസ്റ്റുലേറ്റ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒരു കോമ്പിനേഷനാണ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് നോളജാണ്. അപ്പം അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ആദ്യമേ അതിനകത്ത് പറയുന്നതാണ് പ്രവേഗത്തിൻ്റെ വേഗത അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ വേഗത എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ പ്രകാശത്തിൻ്റെ വേഗതയുമായിട്ട് കണക്ട് ചെയ്താണ് ആൽബർട്ട് ഐൻസ്റ്റീൻ തൻ്റെ തിയറികൾ അവതരിപ്പിച്ചേക്കുന്നത്. അപ്പോൾ പ്രകാശത്തിന് ശൂന്യതയിൽ 3 ലക്ഷം കിലോമീറ്റർ സെക്കൻഡിൽ സഞ്ചരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ശൂന്യതയിൽ പ്രകാശത്തിന് 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റും. പക്ഷേ ഈ സഞ്ചരിക്കുന്ന ഈ പ്രകാശത്തിൻ്റെ വേഗത അതിനെ ഒബ്സർവ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപോലെയായിരിക്കും. അതായത് ഒബ്സർവർ ഇപ്പോൾ മൂവ് ചെയ്യുവാണോ മൂവ് ചെയ്യുന്നില്ലയോ ഇതൊന്നും പ്രശ്നമല്ല, 2 പേർക്കും
ഒരുപോലെ ഫീൽ ചെയ്യും. അതായത് പ്രകാശത്തിൻ്റെ വേഗത ഒബ്സർവറുടെ മൂവ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. കാരണം ഒബ്സർവർ മൂവ് ചെയ്താലും ചെയ്തില്ലെങ്കിലുമൊക്കെ ഈ പ്രകാശം ഒരുപോലെ ഫീൽ ചെയ്യും രണ്ടു പേർക്കും. ഇതാണ് അതിലെ ഒന്നാമത്തെ കാര്യം. അപ്പം അതിനെ കേന്ദ്രീകൃതമാക്കി പ്രകാശത്തിൻ്റെ സ്പീഡ് അതുമായിട്ട് കണക്റ്റഡാണ് ഇദ്ദേഹത്തിൻ്റെ എല്ലാ തിയറിയും. അങ്ങനെ വരുമ്പം അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് ലെന്ത് കൺട്രാക്ഷൻ അല്ലെങ്കിൽ ടൈം ഡയലേഷൻ. ലെന്ത് കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഭയങ്കരമായ പ്രകാശത്തിൻ്റെ വേഗതയിൽ പോവുകയാണെങ്കിൽ അതിന് ഉണ്ടായിരുന്ന ലെങ്തിനേക്കാൾ ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം അതിലും ചെറുതായിട്ടത് ഫീൽ ചെയ്യും. അതാണ് ലെന്ത് കൺട്രാക്ഷൻ. ഇനി ടൈം ഡയലേഷൻ എന്ന് പറഞ്ഞാലോ, ഭൂഗുരുത്വത്തിൽ നിന്ന് നമ്മൾ എന്തുമാത്രം അകലെയാണോ ആ അകൽച്ച അനുസരിച്ച്, അകലം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ടൈം ഡയലേഷൻ ഉണ്ടാവും. ഭൂഗുരുത്വത്തിലേക്ക് വരുമ്പം ഭൂഗുരുത്വത്തിൽ നിന്ന് നമ്മൾ അകലുന്നതിനനുസരിച്ച് ടൈം ഡയലേഷൻ ഉണ്ടാവും. നമ്മുടെ GPS സംവിധാനം അങ്ങനെയാണ്. കാരണം GPS സെൻട്രായിട്ടൊരു ആറ്റോമിക് ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്ക് ഓരോ സമയവും അത് നമുക്ക് സമയം തരുന്നതിന് മുമ്പ് അത് നമ്മുടെ ടൈം ക്ലോക്കിനെ അത് വ്യത്യസ്തപ്പെടുത്തുന്നുണ്ട്. അതായത് അതിനകത്ത് ടൈം ഡയലേഷൻ ഉണ്ടാകുന്നു. കാരണം നമ്മുടെ ഇവിടെ 45 മിനിറ്റ് ഉണ്ടെങ്കിൽ അരമണിക്കൂർ സമയം മുമ്പിലാണെങ്കിൽ അതിൽ അരമണിക്കൂർ പുറകിലായിരിക്കും. അപ്പം ആ അരമണിക്കൂറിനെ അത് പ്ലസ് ചെയ്ത് ആറ്റോമിക് ക്ലോക്കിലെ മൈനസ് ചെയ്തിട്ടാണ് നമുക്ക് അത് അയച്ചു തരുന്നത്. അങ്ങനെ ടൈം ഡയലേഷൻ ഉണ്ടാവും. ഇത് നമ്മുടെ ഭൂമിയിൽ നിന്ന് എന്തുമാത്രം അകലെയാണോ ആ അകലം കൂടുന്നതിനനുസരിച്ച് ടൈം ഡയലേഷൻ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ മൂന്നാമത്തെ കാര്യം. പിന്നെ നമുക്കറിയാവുന്ന, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള E=mc² എന്നുള്ളതാണ്. അതായത് മാസും എനർജിയും ഒന്നാണെന്നുള്ളതാണ് അതിനകത്തെ ഒരു സമവാക്യം. അതിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞാൽ, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഒരു മെറ്റീരിയൽ അതിൻ്റെ ഉള്ളിൽ എനർജി ഉണ്ട്. എന്തുമാത്രം ഭാരം അതിനുണ്ടോ അത്രമാത്രം എനർജിയും അതിനകത്തുണ്ട്. ആ എനർജിക്ക് എന്തുമാത്രം ശേഷി ഉണ്ടാകേണ്ടതാണ്, അതിന് പ്രകാശത്തിൻ്റെ എനർജിയോളം അതിന് പവർ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഉണ്ടാകത്തില്ല. അങ്ങനെ ഉണ്ടാകുന്ന ചില മെറ്റീരിയലുകൾ മാത്രമേ ഉള്ളൂ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അപ്പം സ്പീഡ് ഓഫ് ലൈറ്റ്, ടൈം ഡയലേഷൻ, ലെന്ത് കൺട്രാക്ഷൻ, എനർജി ആൻഡ് മാസ് ഈക്വലൈസേഷൻ, ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ഇതിൻ്റെ സംഭാവന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ സംഭാവന നമ്മൾ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്ന ഒരു മഹാ എനർജിയിലേക്ക് കടക്കാനായിട്ട് ഒരു വാതിൽ തുറന്നിട്ട മനുഷ്യനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഒപ്പം പ്രകൃതിയെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വീക്ഷണകോണുകളിൽ നിന്ന് മാറ്റി ചിന്തിച്ചാണ് നമ്മൾ പ്രകാശത്തിൻ്റെ സ്പീഡ് എന്ന ഒരു മാനദണ്ഡത്തിൽ അടിസ്ഥാനമാക്കി പ്രകൃതിയെ നോക്കിക്കാണുന്ന ഒരു സയൻസാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സയൻസ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തിയറിയെങ്കിൽ, ഇത് കഴിഞ്ഞ് 1905 കഴിഞ്ഞിട്ട് 10 വർഷത്തിന് ശേഷം 1915 അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഒരു തിയറി വരുന്നുണ്ട്. അത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ്. അതായത് ആദ്യത്തെ തിയറി ഭൂമിയിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്ന വലിയൊരു എനർജിയിലേക്ക് വിരൽ ചൂണ്ടി അവസാനിക്കുന്നതാണെങ്കിൽ, അദ്ദേഹം ഭൂമിയെയും പ്രകൃതി ശക്തികളെയും സൂര്യനെയും പ്രപഞ്ചത്തെയും യൂണിവേഴ്സിനെയും ഒക്കെ തൻ്റെ രണ്ടാമത്തെ തിയറിയായ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലൂടെയാണ് പരിഹരിക്കാൻ ശ്രമിച്ചത്. ഇത് രണ്ടിനും കാൽക്കുലേഷൻ ഉണ്ട്. മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത്. കാരണം തിയറി ഉണ്ടാക്കുകയും തിയറിക്ക് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ടാക്കുകയും ആ ഇക്വേഷൻ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യുകയും ചെയ്താണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇക്വേഷനും ഉണ്ടാക്കിയ ആളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പം അദ്ദേഹത്തിൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു റൊട്ടേറ്റിംഗ് പാറ്റേൺ, അതായത് ഭൂമി എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ
ഭൂഗുരുത്വത്തെ ന്യൂട്ടൻ്റെ നിന്ന് വ്യത്യസ്തമായി വേറൊരു മേഖലയിലൂടെ ഭൂഗുരുത്വത്തെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ പ്രത്യേകത. അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയെ അദ്ദേഹം ഒരു ഭാരമുള്ള മാസ്സായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഭാരമുള്ള മാസ്സായതുകൊണ്ട് ഭൂമി എന്ന ഗ്രഹം എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പേസ് ടൈം കർവേച്ചറിനകത്തിരിക്കുന്നു. അതായത് ഒരു ഫാബ്രിക്കാണ്, ഒരു ഇലാസ്റ്റിക് പാളിയാണ് യൂണിവേഴ്സ് എന്ന് വെച്ചോ. ആ യൂണിവേഴ്സിലെ ഇലാസ്റ്റിക് പാളിക്ക് മേളിൽ നമ്മളിപ്പോൾ വെള്ളത്തിൽ ഒരു ഇച്ചിരി ഭാരമുള്ള ഒരു ബോൾ എടുത്തിട്ടാൽ എങ്ങനെ ഇരിക്കും? അത് ആ വെള്ളത്തിലേക്ക് താന്നിരിക്കും. പക്ഷേ അതൊരു ഇലാസ്റ്റിക് ഫൈബറിലാണ് നമ്മൾ വെക്കുന്നതെങ്കിലോ ആ ഇലാസ്റ്റിക് ഫൈബർ താഴും. ആ താഴുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഒരു കർവ് അവിടെ ഉണ്ടാവും. ആ കർവിൻ്റെ അകത്ത് ഈ കർവ് മൊത്തത്തിലൊന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ ആ റൊട്ടേഷൻ അനുസരിച്ച് ഇതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. അപ്പം എങ്ങോട്ടാണോ ഭൂമി ഉരുളുന്നത്, അപ്പം എങ്ങോട്ട് ഉരുളുന്നോ ആ ഉരുളുന്നതിനനുസരിച്ച് ആ കർവ് ഇങ്ങനെ താന്നുകൊണ്ടിരിക്കും. അപ്പം താന്നുകൊണ്ടിരിക്കുമ്പം അതിന് ചുറ്റുമുള്ള ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങൾക്കും എന്ത് സംഭവിക്കും? അവരും ആ താഴ്ചയ്ക്കകത്ത് കടന്ന് ഉരുണ്ടോണ്ടിരിക്കും. അപ്പം ഭാരമുള്ളൊരു സാധനം വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? വെള്ളം ഇച്ചിരി പൊങ്ങും. പക്ഷേ ഇവിടെ സ്പേസ് ടൈം കർവേച്ചറിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് ഇച്ചിരി താഴുന്നതിനനുസരിച്ച് ആ സ്പേസ് ടൈം ഫാബ്രിക്കിന് ഒരു കർവ് ഉണ്ടാക്കും. അപ്പം ഒരു കയറ്റത്തിൽ ഒരു കുഴിയിലിരിക്കുന്ന പോലെയാണ്. സൂര്യൻ കുഴിയുടെ ഏറ്റവും ഉള്ളിൽ അതിന് ചുറ്റും ഒരു കർവുണ്ട്. ആ കർവിനനുസരിച്ച് ബുധൻ, ശുക്രൻ, ഭൂമി അങ്ങനെ എല്ലാ ഗ്രഹങ്ങൾക്കും ഒരു സ്പേസ് ഉണ്ട്, ഒരു പ്രത്യേക സ്പേസ്. അതിന് ഒരു കർവ് വളഞ്ഞിരിക്കുന്ന ഒരു സ്പേസിലൂടെ ഇതിങ്ങനെ സൂര്യന് ചുറ്റും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അത് മാത്രമല്ല, ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരു ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഐൻസ്റ്റീനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റിയ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ 1919 സോളാർ എക്ലിപ്സ് ആണ്. അന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കും. നേർരേഖയിൽ സഞ്ചരിക്കുമ്പോഴും ഏറ്റവും സേഫസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഈസി പാത്തായിരിക്കും പ്രകാശം എപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ഈസി പാത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർവ്ഡ് പാത്തിലൂടെ ആയിരിക്കും അത് പോകുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പോസ്റ്റുലേറ്റ് പോലെ സമർപ്പിച്ചായിരുന്നു. അപ്പം അങ്ങനെ കർവ്ഡ് പാത്താണെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ പ്രത്യേകത? ഇപ്പം സൂര്യൻ അവിടെ നിന്ന് കത്തുക. അപ്പം സൂര്യൻ കത്തുന്നത് കൊണ്ട് സൂര്യൻ്റെ പ്രകാശം ഉള്ളതുകൊണ്ട് നമ്മൾ സൂര്യൻ്റെ അടുത്തിരിക്കുന്ന വേറൊരു സ്റ്റാറിനെ ഒബ്സർവ് ചെയ്യുകയെന്ന് വെച്ചോ. സൂര്യനെ പോലെ ഒരുപാട് സ്റ്റാർ ഉണ്ടല്ലോ. അപ്പം അത് സൂര്യൻ്റെ പുറകിലാണെന്ന് വെച്ചോ. ആ സ്റ്റാറിൽ നിന്ന് വരുന്ന പ്രകാശം സൂര്യൻ്റെ ഒരു കർവിനകത്ത് തട്ടി അത് വളഞ്ഞ് ബെൻഡ് ചെയ്തായിരിക്കും ഭൂമിയിലേക്ക് വരുന്നത്. അങ്ങനെ ബെൻഡ് ചെയ്തിരിക്കുമ്പം വരുന്നത് കൊണ്ട് ആ നക്ഷത്രത്തിൻ്റെ പൊസിഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തായിരിക്കത്തില്ല. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റുലേറ്റ്. പക്ഷേ 1919 സോളാർ എക്ലിപ്സിൻ്റെ സമയത്ത് ഒബ്സർവറായിട്ട് അദ്ദേഹത്തിൻ്റെ സയൻസിനെ പ്രൂവ് ചെയ്യാനായിട്ട് 2-3 സയൻറ്റിസ്റ്റുകൾ ഈ നക്ഷത്രങ്ങളെ, സൂര്യന് ചുറ്റുമുള്ള നക്ഷത്രങ്ങളെയെല്ലാം ഒബ്സർവ് ചെയ്തു. അങ്ങനെ 2-3 ഒരുപാട് ദിവസങ്ങളെടുത്ത് അവർ ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ മാർക്കിട്ട് അവരുടെ ദൂരദർശിനിയിലൂടെ പോയിൻ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ടു. പല ഭാഗത്തു നിന്ന് പല ദിവസങ്ങളിലായിട്ട് അവർ കൃത്യം വെച്ചു. എന്നിട്ട് അവർ സോളാർ എക്ലിപ്സിൻ്റെ സമയത്ത് ഈ സ്റ്റാറുകളെ സൂര്യന് ചുറ്റുമുള്ള ബാക്കിയുള്ള കാരണം സൂര്യൻ്റെ വെട്ടം പൂർണ്ണമായിട്ട് അസ്തമിക്കുമല്ലോ. അപ്പം ആ സമയത്ത് ഈ സ്റ്റാറുകൾക്ക് എന്തെങ്കിലും ചലന വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് അവർ ഒബ്സർവ് ചെയ്തു. അങ്ങനെ അവർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നപ്പം കംപ്ലീറ്റ് സോളാർ എക്ലിപ്സ് വന്നപ്പം 1919 എക്ലിപ്സ് വന്നപ്പം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഒരു നക്ഷത്രത്തെ അവർ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു നക്ഷത്രത്തിൻ്റെ പൊസിഷൻ ചേഞ്ചായി. അപ്പോൾ പൊസിഷൻ ചേഞ്ച് ആയപ്പം എല്ലാവർക്കും മനസ്സിലായി ഐൻസ്റ്റീൻ്റെ
ഒരു തിയറിയിൽ പറഞ്ഞിരിക്കുന്ന ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് പറയുന്ന സംഭവമാണ് അവിടെ സംഭവിച്ചത്. എന്താ സംഭവിച്ചത്? കാരണം ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്തല്ല നക്ഷത്രം, യഥാർത്ഥ സ്റ്റാർ നിൽക്കുന്നത്. ആ സ്റ്റാറിൻ്റെ വെട്ടം സൂര്യൻ്റെ ഇതിൽ തട്ടി സൂര്യൻ്റെ സ്പേസ് ടൈം കർവേച്ചറിനകത്ത് പെട്ട് ബെൻഡ് ചെയ്താണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇതാണ് അദ്ദേഹത്തെ സൂപ്പർ സ്റ്റാർ ആക്കിയ ഒരു ഇൻവെൻഷൻ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ 2-3 പ്രഡിക്ഷനാണ്. ഒന്ന്, അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്തു ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. 2, അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്തു ഗ്രാവിറ്റേഷണൽ വേവ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പം നമുക്ക് സംശയമാവും എന്താണ് സംഭവം. ഗ്രാവിറ്റേഷണൽ വേവ്സ്, ബ്ലാക്ക് ഹോൾസ്, എന്തുകൊണ്ടാണ് ഇതിന് ഹോൾസ് എന്ന് പറയുന്നത്? ഇതൊക്കെ സംശയങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്ന സംഭവമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ ഗ്രാവിറ്റേഷണൽ വേവ് തന്നെ നമുക്കെടുക്കാം. ഗ്രാവിറ്റേഷണൽ വേവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, പ്രകൃതിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു വാട്ടറാണെന്ന് വെച്ചു, ഒരു വെള്ളം. ആ വെള്ളത്തിനകത്ത് ഒഴുകി നടക്കുന്ന ഗ്രഹങ്ങളാണ് ഈ 100 ബില്യൺ സ്റ്റാർസും ഈ ഉപഗ്രഹങ്ങളും എല്ലാം. ഈ 100 ബില്യൺ സ്റ്റാർസിനെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ ലായനിയാണെന്ന് വെച്ചു പ്രപഞ്ചം. അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ അകത്ത് നമ്മൾ മിൽക്കി വേ ഗാലക്സിയുടെ ഇത് കണ്ടിട്ട് പിക്ചർ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഒരു ചുഴിയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഈ ചുഴിയുടെ ഏറ്റവും അടിയിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരുപാട് സ്റ്റാറുകൾ ഇങ്ങനെ കിടക്കുക. എന്നിട്ട് ഈ ചുഴി ഇങ്ങനെ താഴേക്ക് പോവുക. ഈ താഴേക്ക് പോകുന്ന ചുഴിയിൽ നമ്മൾ അങ്ങേ അറ്റത്ത് എന്താണെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു തുള മാത്രമേ കാണത്തുള്ളൂ, ഒരു ഹോള്. അപ്പോൾ എന്താണ് ഈ ഹോള്? അപ്പോൾ ഈ ഹോളിനെയാണ് നമ്മൾ ഈ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. കാരണം ഈ ഹോളിൻ്റെ അകത്ത് ഒരു സംഭവം കിടപ്പുണ്ട്. അതിനാണ് സജൈറ്റസ് എ എന്നോ എന്തോ പേര് വിളിക്കുന്ന ഒരു ഡൈഡ് സ്റ്റാറാണ്. അപ്പം ഈ സ്റ്റാറിൻ്റെ പ്രത്യേകത എന്താ? ഈ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ ഹോള് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഒബ്സർവേറ്റിംഗ് മെക്കാനിസം ഒക്കെ ഉപയോഗിച്ചാൽ ഇതിൻ്റെ അകത്ത് എന്തോ ഒരു സാധനം കിടപ്പുണ്ട്. ഈ സാധനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് സ്പേസ് ടൈം കർവേച്ചർ ഒന്നും ബാധകമല്ല. കാരണം ഇതിന് അനക്കമില്ല. അപ്പം അനക്കമില്ലാതെ കിടക്കുന്ന ഒരു സംഭവം ഇതിൻ്റെ അകത്തുണ്ട്. സജൈറ്റസ് എ എന്നാണ് അദ്ദേഹം സങ്കല്പിച്ച് പറഞ്ഞ കാര്യത്തെ പിന്നീട് സയൻസ് കണ്ടെത്തിയപ്പോൾ ഇട്ട പേര്. അപ്പം അങ്ങനെ ഒരു സ്റ്റാർ കിടപ്പുണ്ട്. ആ സ്റ്റാറിൻ്റെ ഗ്രാവിറ്റേഷണൽ പവർ കൊണ്ട് ആ ഏരിയയിലൊന്നും ഒരു സാധനം അടുക്കത്തില്ല. എന്തെടുത്താലും അതിനെല്ലാം അത് വലിച്ചെടുപ്പിക്കും. അപ്പം അത്രമാത്രം ചുഴി പോലെ ഒരു കുഴിക്കകത്ത് കിടക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് കാണാൻ പറ്റുന്ന സംഭവം. അതിൻ്റെ മേളിലുള്ള ഒരു ഹോള് മാത്രമാണ്. ഇതാണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഹ്യൂജ് മാസുള്ള ഒരു സംഭവം കിടപ്പുണ്ട്. ആ സാധനത്തെ നമുക്ക് എന്താണെന്ന് പോലും കണ്ടെത്താനോ ഡിക്റ്റേറ്റ് ചെയ്യാനോ ഉള്ള സയൻറ്റിഫിക്കൽ നോളജോ സയൻറ്റിഫിക്കൽ എഫിഷ്യൻസിയോ നമുക്കില്ല. നമ്മൾ കണ്ടിട്ടുള്ള സംഭവം അല്ലെങ്കിൽ ഒരു ഇമാജിനേറ്ററി ലൈനിൽ നമ്മൾ വരച്ചെടുത്തേക്കുന്ന സംഭവം അവിടെ ഒരു ഹോൾ ഉണ്ടെന്നുള്ളത് മാത്രമാണ്. അപ്പം അതിനകത്തേക്ക് റേഡിയേഷൻ പോകത്തില്ല, അതിനകത്തേക്ക് പ്രകാശം പോകത്തില്ല, ഒന്നും പോകത്തില്ല. ഇതാണ് ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഹോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട് താനും. ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു ചലനം ഉണ്ടാകും ചില സമയത്ത്. അങ്ങനെ ചലനം ഉണ്ടാകുമ്പം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാകുന്ന ചലനം യൂണിവേഴ്സിലെ 100 ബില്യൺ സ്റ്റാറിനെയും മിൽക്കി വേ ഗാലക്സിയുടെ മാത്രമല്ല മൊത്തം ഗാലക്സിയുടെയും സ്റ്റാറിനെയും അത് കുലുക്കാൻ മാത്രം ശേഷിയുള്ള ചലനങ്ങളാണ്. അങ്ങനെയുള്ള ചലനങ്ങൾ റിപ്പിൾസ്, അതായത് വെള്ളത്തിൻ്റെ മുകളിലേക്ക് നമ്മളൊരു കല്ലെടുത്തെറിഞ്ഞാൽ ഒരു താളം ഉണ്ടായില്ലേ, റിപ്പിൾസ്. അങ്ങനെ ഉണ്ടാകുന്ന താളം പോലെ അത് ഈ 100 ബില്യൺ സ്റ്റാറിനെയും കടന്നു പോകും. അങ്ങനെ 2017 തോന്നുന്നു അങ്ങനെ കടന്നു പോയ ഒരു വേവ്സിനെ ഭൂമിയെ ഒരു പൊടി ഉയർത്തി താന്നു പോയ ഒരു കടലിൽ വെള്ളം ഒരു കല്ലെടുത്തിടുമ്പം ഓളം തട്ടുമ്പം അല്ലെങ്കിൽ ഒരു ജലാശയത്തിൽ ശൂന്യമായി കിടക്കുന്ന ഒരു ജലാശയത്തിലേക്ക് നമ്മളൊരു കല്ലെടുത്തിടുമ്പോൾ ഒരു ഓളം ഉണ്ടാകുന്ന പോലെ അങ്ങനെ ഉണ്ടായ ഒരു ഓളം ഭൂമിയിലൂടെ കടന്നുപോയി. അങ്ങനെ കടന്നുപോയ ഇതിനെ ഗ്രാവിറ്റേഷണൽ വേവിനെ നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്തിട്ടാണ്
അതിന് നോബൽ പ്രൈസ് കിട്ടിയത് 2017 തോന്നുന്നു. നോബൽ പ്രൈസ് കിട്ടിയ ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയ കാര്യമാണത്. ഗ്രാവിറ്റേഷണൽ വേവ് എന്ന് പറയുന്ന സംഭവത്തെ നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്തു. അങ്ങനെ ഗ്രാവിറ്റേഷണൽ സയൻറ്റിസ്റ്റ് നാസയ്ക്കുണ്ട്, ഗ്രാവിറ്റേഷണൽ ഡിക്റ്റേറ്റർ പല അമേരിക്കയ്ക്കുണ്ട്. ഇവരെല്ലാം ഇങ്ങനെ പിന്നീട് ഒരുപാട് കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്തു. ഒരുപാട് വേവ്സ് ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. ഈ വേവ്സ് ഉണ്ടാകാൻ കാരണം ഈ ഹ്യൂജ് മാസുള്ള ഈ ബ്ലാക്ക് ഹോൾസിൻ്റെ ഉള്ളിലുള്ള ഈ സ്റ്റാർ ഡൈഡ് സ്റ്റാർ കുലുങ്ങുന്നത് കൊണ്ടാണെന്നുള്ളതാണ് നിഗമനം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ബലത്തിൽ അദ്ദേഹം ഊഹിച്ച് പറഞ്ഞ കാര്യങ്ങൾ. അത് നമ്മൾ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് ഗ്രാവിറ്റേഷണൽ വേവ്, ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ തിയറിയുടെ ബേസിൽ, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ബേസിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ ന്യൂട്ടോണിയൻ റൂളിനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് പുതിയ റൂൾ ഉണ്ടാകേണ്ടി വന്നത്. ഈ റൂളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകത്തിന് സംഭാവന ചെയ്ത റൂള്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നുമാണ്. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് ഈ പറഞ്ഞതൊന്നുമല്ല, അതിലും കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ അന്തർലീനമായിട്ട് കിടപ്പുണ്ട്. പല കാര്യങ്ങളും കോംപ്ലിക്കേറ്റഡ് ആണ്, പലതും സയൻസ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. ഇതാണ് ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ അദ്ദേഹം മരിച്ച് 100 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഗ്രാവിറ്റേഷണൽ വേവും ബ്ലാക്ക് ഹോൾസും ഒക്കെ നമ്മൾ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിലായത്. അപ്പോൾ അത്രമാത്രം ദീർഘവീക്ഷണത്തോടെ ചെയ്തിരുന്ന കാലത്ത് പലപ്പോഴും അദ്ദേഹത്തെ പലരും ഇത് ഇമ്പോസിബിളാന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ.